കർത്താവിൻ പ്രിയനായോൻ തോമാശ്ലീഹ നിൻ പ്രാർത്ഥനയാൽ തവ കബറിങ്കൽ അണയുന്നു ഞങ്ങൾ. ലോകത്തെ മുഴുവൻ ഒത്തിരി സ്നേഹിച്ച ദൈവത്തിന്റെ കരുണയുടെ സാക്ഷാത്കാരമാണ് ഇത്തിരി ഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന. വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ഈശോയുടെ കരങ്ങളിലാണ്. സിയോൻ മേഖലയിലെ കുട്ടിക്കുട്ടായ്മ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരം. അമ്മമ്മ പറഞ്ഞു തന്ന ടിപ്പ്. മണി ആറാവാന പോകുന്നേ, പള്ളിയിലേക്ക് ഇറങ്ങാറായില്ലേ? ഞാനും ചേട്ടൻ ഒരുങ്ങി കഴിഞ്ഞ വെച്ചി. അപ്പൊ പിള്ളേരോ? മിന്നുമോൾ മുഖമർപ്പിച്ച് പള്ളിയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കുർബാനയ്ക്കാ പോകുന്നത്. മിന്നുമോൾക്ക് എന്തു പറ്റി? അറിയില്ല അമ്മച്ചി, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ പിന്നെ അവിടെ കിടക്കട്ടെ, രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ വാ, നമുക്ക് ഇറങ്ങാം. ചേച്ചി, നീയോ ഇന്ന് രണ്ടാമത്തെ കുർബാനയ്ക്കാണോ വരുന്നത്? ഞാൻ പള്ളിയിലേക്കില്ല. ചേച്ചി എന്തിനാ ചൂടാകുന്നത്? ഇന്ന് ഞായറാഴ്ചയല്ലേ, കുർബാന മുടങ്ങാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഇല്ല, അത്ര തന്നെ. പള്ളിയിൽ പോയ പപ്പയും അമ്മയും അമ്മൂമ്മയും ഇപ്പോൾ എത്തും. ഞാൻ പള്ളിയിലേക്ക് പോകാൻ തയ്യാറാവട്ടെ. ചേച്ചി, ഇത് പള്ളി പോകുന്നില്ലേ? ഇല്ല. എന്ത് പറ്റാൻ? രാവിലെ തൊട്ടോടെയാണ് ദേഷ്യം വരുന്നുണ്ട്. പള്ളിയിൽ പോരുമ്പോ വീർപ്പിക്കാൻ. നിന്റെ ചോദ്യം കേട്ടാ മോൾപ്പോലും പറയാൻ തോന്നുന്നില്ലേ? ഞാൻ പറയുന്നതാണല്ലോ ഇപ്പൊ എല്ലാവർക്കും കുറ്റം. സുശ്രീ, നീ ദേഷ്യപ്പെടാതിരിക്കും. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാൻ മിസ്സി? ഇന്നലെ തൊട്ട് ഞാനോട് സ്നേഹത്തോട് ചോദിക്കുന്നത് എന്താ പറ്റി ഒന്നും പറയുന്നില്ല മിസ്സി. അവൾ നിങ്ങൾ പോയി ചായ കുടിച്ച് ഞാൻ അവളോട് സംസാരിക്കട്ടെ. എന്റെ പൊന്നമോളെ പറ, എന്താ പറ്റിയേ? ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരമൊന്നും പറയാൻ പറ്റിയില്ല, എല്ലാം മറന്നുപോയി. ഇന്നലെ മാത്രമല്ല മമ്മി, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഉത്തരം പറയാതെ എഴുതിയിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില കുട്ടികളായിരിക്കും ഓടുവരെയാക്കാം. അത്രയുള്ള കാര്യം മോള് പഠിച്ചിട്ടല്ലേ പോയത്? എന്നും പഠിച്ചിട്ട് തന്നെ പോകുന്നത്, പക്ഷെ ചോദ്യം ചെയ്ത ആ സമയത്ത് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ അമ്മമ്മ ഒരു ടിപ്പ് തരട്ടെ? ടിപ്പ് പറയാൻ മമ്മി. ഇനി മുതൽ രാവിലെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ഇതാണ് മമ്മിയുടെ ടിപ്പ്. ഈ ടിപ്പ് നമുക്ക് ഇഷ്ടപ്പെടില്ല മിസ്സി. ഞാൻ അവിടെ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. സുശ്രീ, നീ ഉണ്ടാതിരിക്കെ, ഞാൻ അവളെ സംസാരിച്ചുകൊണ്ട്. അമ്മ പറഞ്ഞ കാര്യമാക്കണ്ട, സങ്കടം കൊണ്ട് അവളെ പറയുന്നത്. നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ് അവള് ജീവിക്കുന്നത്. എനിക്കറിയാം അമ്മമ്മേ. നിന്നോട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? വൈദികൻ അപ്പവും മീനും ഉയർത്തിപ്പിടിക്കുമ്പോൾ അപ്പത്തിനെയും മീനിനുമൊപ്പം നമ്മുടെ എല്ലാ കുറവുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ സാധിച്ചു തരിക തന്നെ ചെയ്യും. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകാമോ മമ്മി? ഇപ്പൊ മിന്നു എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ തൊട്ട് അനുഗ്രഹിച്ചു. അത്ര തന്നെ. ജൂലൈ 3 സെന്റ് തോമസ് ഡേ ഇല്ലേ? പള്ളിയിൽ പ്രായഭേദമന്യേ തോമസ് ഡേയുടെ പാട്ട് വെച്ച കോലുകളിയുണ്ട്. അമ്മയും ഞാനും മിന്നുമായി പങ്കെടുക്കുന്നുണ്ട്. അമ്മയോ? ഞാനും കളിക്കുന്നുണ്ട്. കളിയൊന്ന് കണ്ടു നോക്ക്. പ്രായോഗിക ഓർമ്മ. മിന്നു പോയി പാട്ട് വയ്ക്കല. സുശ്രീ, മിന്നു വാടി കളിക്കാൻ ചോദിക്കുക. പരിയപ്പുറത്ത് കോലുണ്ട്, നീ പോയി എടുത്തിട്ട് വന്ന്. മിന്നു പാട്ട് വയ്ക്കല. ശരി അമ്മൂമ്മേ. എന്റെ പൊന്നുമക്കൾ എല്ലാ ദിവസവും
ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകണം കേട്ടോ. യേശുവിൽ വിശ്വസിക്കുന്ന കുടുംബം എന്നും സന്തോഷത്തോടെ നിലനിൽക്കും.